നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ്. തലേദിവസമൊക്കെ നമ്മൾ അരി അരച്ചു വെക്കാൻ മറന്നുവാണെങ്കിൽ രാവിലെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് അരിയോ അരിപ്പൊടിയോ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഈ റെസിപ്പി എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കിയിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് റവയാണ്. റവ വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വറുത്ത റവയാണ്. ഇത് നമുക്ക് മിക്സിന്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് റവയാണ് എടുക്കുന്നത്. 1 കപ്പ് റവ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് റവ എടുത്തതിന്റെ പകുതി നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/2 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ഉപ്പ് മതിയാകും. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. ഈ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇതൊന്ന് അരച്ചെടുക്കാം. 1-2 മിനിറ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. വെള്ളം കൂടി ഒഴിച്ച് വീണ്ടും ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കണേ. ഒട്ടും തന്നെ തരി പാടില്ല. റവയല്ലേ നമ്മൾ ചേർത്തിരിക്കുന്നത്, അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇത് കണ്ടല്ലോ, ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് അപ്പത്തിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ? നമ്മൾ തലേദിവസമൊക്കെ മാവ് അരച്ചു വെക്കാൻ മറന്നുവാണെങ്കിൽ രാവിലെ ഇതേപോലെ അങ്ങ് പെട്ടെന്ന് അരച്ചെടുത്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അരച്ചെടുത്തിരിക്കുന്ന മാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു അടപ്പ് വെച്ച് മൂടി വെച്ചിട്ടൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയൊക്കെ ഈ ഒരു മാവ് പുളിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് കണ്ടില്ലേ, ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. മുകളിൽ നിന്ന് അങ്ങ് കോരി എടുത്തിട്ട് ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. മീഡിയം ചൂടായിരിക്കുന്ന പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓരോ തവി മാവ് വീതം കോരി ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചിട്ട് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരിക്കും. അതുകൊണ്ട് നമുക്ക് കുറച്ച് കട്ടിയിൽ തന്നെ അങ്ങ് ചുട്ടെടുക്കാം. ഇനി ഇതുപോലെ കുമിളകൾ വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കും. ഒരു 2 മിനിറ്റ് ഒക്കെ വേവിച്ചാൽ മതിയാകുന്നത്. തീ വേണമെങ്കിൽ ഒന്ന് കുറച്ച് വെച്ചോ കേട്ടോ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പമൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ തിരിച്ചിടാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ തിരിച്ചിടുന്നില്ല കേട്ടോ, ഇതുപോലെ തന്നെ എടുക്കുകയാണ്. വീണ്ടും കുറച്ചും കൂടി ഒന്ന് എണ്ണ തടവി കൊടുത്തതിന് ശേഷം അടുത്ത തവി മാവും കൂടെ കോരി ഒഴിക്കാം. ഇതുപോലെ കുമിളകൾ വരാൻ തുടങ്ങുമ്പോൾ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 ഭാഗം മുരിഞ്ഞിട്ടുള്ള അപ്പം കിട്ടും. അപ്പോൾ രണ്ടാമത്തെ അപ്പം ഇവിടെ ആയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുക്കാം. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ റവയൊക്കെ അരച്ചെടുക്കുന്ന സമയത്ത് അതിലേക്ക് 1-2 ചെറിയുള്ളിയും ഒരു 1/4 ടീസ്പൂൺ ജീരകമൊക്കെ ചേർത്തിട്ട് അരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമുക്ക് മാറ്റിയെടുക്കുകയും ചെയ്യാം. ആ ഒരു രീതിക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഈ ഒരു അപ്പത്തിൽ നമ്മൾ ഈസ്റ്റ് ചേർത്തുകൊണ്ടാണ് കേട്ടോ 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇനി ഈസ്റ്റ് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ തലേദിവസം തന്നെ ഇതുപോലെ മാവ് അരച്ച് വെക്കുക. എന്നിട്ട് രാവിലെ അപ്പം ഉണ്ടാക്കിയാൽ മതി. അപ്പോഴും നമുക്ക് നല്ല അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത്രയും മാവിൽ നമുക്ക് 10 അപ്പം വരെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാവ് ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആണ്. കഴിക്കാനും അതുപോലെ തന്നെയാണ്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ റവ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന അപ്പാണെന്ന് പറയുകയില്ല. നല്ല ചൂടോടെ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ചിക്കൻ കറീൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അപ്പാണ്. രാവിലെ തിരക്കുള്ളപ്പോഴൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അപ്പാണ് ഇത്. രാവിലെ മാത്രമല്ല കേട്ടോ, എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ എഴുതുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇതേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.